സകല രോഗ ദുരിത ശാന്തിക്കായ ഒരു ക്ഷേത്രം. അതാണ് നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രം. അമൃതകുംഭം കയ്യിലേന്തിയ ധന്വന്തരിയായാണ് ഭഗവാന്റെ പ്രതിഷ്ഠ. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം എരുമപ്പെട്ടിക്കൊക്കെ അടുത്ത് നെല്ലുവായ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിപുരാതനമായ ഈ ക്ഷേത്രത്തിന് ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് ഒരു ബന്ധമുണ്ട്. ഗുരുവായൂരമ്പലം വസുദേവർ പ്രതിഷ്ഠിച്ചതാണെന്നും നെല്ലുവായ് അമ്പലം നന്ദഗോപുർ പ്രതിഷ്ഠിച്ചതാണെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. രോഗശാന്തിക്കായി വരുന്നവർ മാത്രമല്ല കേട്ടോ, വൈദ്യത്തിൽ കൈപ്പിഴവ് പറ്റാതിരിക്കാനായി ഡോക്ടർമാരും ഇവിടെ വരുന്നുണ്ട്. ചില ഡോക്ടേഴ്സൊക്കെ അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇവിടെ വന്ന് തൊഴുതിട്ടാണെന്നും കേട്ടിട്ടുണ്ട് കേട്ടോ. ആയുർവേദാചാര്യനായ ദേവനാണ് ധന്വന്തരി. ധന്വന്തരി ദേവന്റെ കഥ പറയുമ്പോൾ പാലാഴി മദന കഥ ഉറപ്പായും പറയണം. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടഞ്ഞെടുക്കുകയാണ്. അപ്പോ അതിൽ നിന്ന് ഒരു ദേവൻ ഉയർന്നു വന്നു. ഒരു കയ്യിൽ കമണ്ഡലവും മറു കയ്യിൽ ദണ്ഡുമായി വന്ന ദേവനാണ് ധന്വന്തരി. അമൃതകുംഭവും കയ്യിലുണ്ടായിരുന്നു. ദേവന്മാർക്ക് ശേഷം ജനിച്ചതിനാൽ മഹാവിഷ്ണു ധന്വന്തരിക്ക് യജ്ഞഭാഗം നിശ്ചയിച്ചു നൽകിയില്ല. പകരം രണ്ടാം ദ്വാപര യുഗത്തിൽ ഒരു ജന്മം കൂടെ ഉണ്ടാവട്ടെ എന്നും ജന്മനാ തന്നെ അഷ്ടൈശ്വര്യങ്ങളിൽപ്പെട്ട അണിമ ഗരിമ എന്നീ വിദ്യകൾ ഉണ്ടാവട്ടെ എന്നും അനുഗ്രഹിച്ചു. അങ്ങനെ രണ്ടാം ദ്വാപര യുഗത്തിൽ കാശി രാജാവായിരുന്ന സുഹോത്രന്റെ പിന്മുറക്കാരനായ ദീർഘ തപസ്സിന്റെ പുത്രനായി കാശിയിൽ ധന്വന്തരി ജനിച്ചു. അവിടെ വെച്ച് അദ്ദേഹം ആയുർവേദത്തെ 8 വിഭജിച്ച് രചിച്ച് ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തു. ധന്വന്തരി മഹാവിഷ്ണുവിന്റെ തന്നെ അവതാരമാണെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് കേട്ടോ. രോഗശമനത്തിനാണല്ലോ ഇവിടെ പ്രത്യേകത. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ദേവന്മാരുടെ തന്നെ വൈദ്യനും ആയുസ്സിനെ കുറിച്ചുള്ള വേദമായ ആയുർവേദത്തിന്റെ ദേവനുമാണ് ധന്വന്തരി. ഈ ക്ഷേത്രത്തിൽ ചതുർബാഹുവായ ധന്വന്തരി ആയിട്ടാണ് പ്രതിഷ്ഠ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രം. ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഭൈഷജ്യം എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ ഭൈഷജ്യം പദ്ധതിയിൽ എല്ലാ വ്യാഴാഴ്ചയും രോഗികൾക്ക് സൗജന്യ ചികിത്സയും മരുന്നും കൊടുത്തു വരുന്നുണ്ട്. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ആ ദിവസം അവിടെ ലഭ്യമാണ്. എത്ര നല്ല കാര്യമാണല്ലേ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഇങ്ങനെ ഒരു സേവനം അവർ ഫ്രീ ആയി കൊടുക്കുന്നത്. നെല്ലുവായ് എന്ന സ്ഥലത്തിന്റെ പേരിനും ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ജീവൻ നിലനിൽക്കുന്നതിന് പ്രഥമമായി മരുന്ന് എന്താ? വായു തന്നെയല്ലേ. നല്ല വായുപുരം ആണത്രേ പിന്നീട് നെല്ലുവായ് ആയി മാറിയത്. ക്ഷേത്രത്തിലെ വഴിപാടുകൾക്കും പ്രത്യേകതയുണ്ട് കേട്ടോ. രോഗശമനത്തിനായൊക്കെ അവിടെ പ്രത്യേകം വഴിപാടുകളുണ്ട്. ത്വക്ക് രോഗങ്ങൾക്കും സന്ധിവേദനകൾക്കും ഒക്കെ ആയിട്ട് ധന്വന്തരി എണ്ണ അവിടെ നിന്ന് ലഭ്യമാണ്. അതൊരു വഴിപാടാണ്. അവിടെ വരുന്ന ഭക്തര് ഇന്ന കാര്യത്തിന് എന്ത് വഴിപാടാണ് നടത്തുക എന്നൊക്കെ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ റെസീപ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ മറ്റെന്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് നമ്മുടെ ഹെൽത്ത് തന്നെയാണ് അല്ലേ. അത് നമുക്ക് ശരിക്കും മനസ്സിലാവുക എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴായിരിക്കും. ഏറ്റവും വലിയ ധനം തന്നെ നമ്മുടെ ആരോഗ്യമാണ്. എപ്പോഴും ഹെൽത്തി ആയിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആണ്. എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാനും എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ അതിനൊരു ശമനത്തിനൊക്കെ ധന്വന്തരി ക്ഷേത്രത്തിൽ വന്ന് തൊഴുമ്പോൾ ഭക്തർക്ക് ഒരുപാട് വലിയ ആശ്വാസമാണ് കിട്ടുന്നത്. ഞാനും അവിടെ പോയപ്പോൾ ധന്വന്തരി എണ്ണ വാങ്ങിയിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു സ്കിൻ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും മാറാത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ തൊഴാൻ പോയപ്പോൾ വഴിപാട് കൗണ്ടറിൽ ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കണ്ടപ്പോൾ എനിക്ക് അതൊന്ന് നടത്തിയാൽ എന്തുകൊണ്ട് എന്ന് തോന്നിയപ്പോൾ അതിനെ റെസീപ്റ്റ് ആക്കി കേട്ടോ. നമ്മൾ ഒരുപാട് ട്രീറ്റ് ചെയ്ത് നോക്കി മാറണില്ല എന്ന് കാണുമ്പോൾ എന്തെങ്കിലും, അതായത് ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്താൽ എന്നുണ്ടാവില്ലേ, അങ്ങനെയാണ് കേട്ടോ ഞാനത് സത്യത്തിൽ അവിടെ വഴിപാടിന് റെസീപ്റ്റ് ആക്കണത്. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചതും ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ.
എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പോലെ എനിക്ക് ആ ഒരു അനുഭവം പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ആ ഒരു ധന്വന്തരി എണ്ണ വാങ്ങി അത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല ഒരു റിസൾട്ട് ഉണ്ട് കേട്ടോ. എന്നും രാവിലെയും വൈകുന്നേരവും കുളി കഴിഞ്ഞ് ഞാനത് യൂസ് ചെയ്യും. അങ്ങനെ ഒരു 2-3 ദിവസം യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഇതെനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ പറയാൻ പറ്റും. സോ ഇത് കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള റാഷസോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ച് ആ ഒരു ധന്വന്തരി എണ്ണ ഒന്ന് വഴിപാടായി കഴിച്ചു നോക്കൂ. എനിക്ക് മാറ്റമുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു രോഗശമനം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അമ്പലത്തിൻ്റെ ചുറ്റുപാടൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഫ്രണ്ടിൽ തന്നെ ഒരു പാടം ഏരിയ ആണ്. പിന്നെ അമ്പലക്കുളം ഉണ്ട്. നല്ലൊരു രസമാണ് കേട്ടോ. ഞാൻ പോയത് ഈവനിങ് ടൈമിലായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഒരു തവണ പോയി തൊഴുക പിന്നെ അങ്ങോട്ട് പോകാൻ തോന്നും എന്നുള്ളതും ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ആരെങ്കിലും ധന്വന്തരി അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യണം. ഞാൻ പറഞ്ഞ ഐതിഹ്യ കഥകളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ തിരുത്തി തരണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പറ്റുവാണെങ്കിൽ എല്ലാവരും വൺസ് എങ്കിലും സന്ദർശിക്കേണ്ട ഒരു അമ്പലമാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.